നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആദ്യം CAA NRC പ്രക്ഷോഭങ്ങൾ നടത്തിയതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ മോദിയെ തൃപ്തിപ്പെടുത്താൻ കേരളത്തിലെത്താനെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു: പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അടിവരയിടുന്ന പിണറായി വിജയനോട് പറയാനുള്ളത്, ആദ്യം CAA NRC പ്രക്ഷോഭങ്ങൾ നടത്തിയതിന്റെ പേരിൽ താങ്കളുടെ സർക്കാർ മോദിയെ തൃപ്തിപ്പെടുത്താൻ കേരളത്തിലെത്താനെടുത്ത കേസുകൾ പിൻവലിക്കുക. എന്നിട്ടാകാം അടിയിൽ വരയിടുന്നത്. അല്ലെങ്കിൽ ആ വരകളൊക്കെ വെള്ളത്തിൽ വരച്ച വെറും വരകളായി പോകും. ഡയലോഗും ഡെലിവറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് CMA. അതേസമയം തിരുവനന്തപുരത്ത് പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധത്തിൽ 102 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി. രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടി ഫ്രറ്റേണിറ്റി MSF പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതേസമയം പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിൽ രാഹുൽ നടത്തിയ വിമർശനം ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. തന്തയ്ക്ക് പിറന്ന മകളോ തന്തയെ കൊന്ന സന്താനമോ? പത്മജിയെ വിശേഷിപ്പിക്കേണ്ടത് എങ്ങനെ? കരുണാകരൻ പത്മജിയോട് എന്ത് പാതകമാണ് ചെയ്തത്? കരുണാകരന്റെ പാരമ്പര്യം മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ചാൽ പത്മജിയെ യൂത്ത് കോൺഗ്രസ് തെരുവിൽ തടയും. ഇങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പത്മജിയെ പിതൃഘാതകയായി ചരിത്രം അടയാളപ്പെടുത്തും. പത്മജിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്കാമായിരുന്നു. പക്ഷേ നിയമസഭയിൽ ജയിച്ചില്ലല്ലോ. മുകുന്ദപുരത്ത് ജയിച്ചിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയാകാമായിരുന്നു. പത്മജി എത്തുമ്പോൾ BJPക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു വോട്ട്. അതും പത്മജ ചെയ്താൽ മാത്രം. MV ഗോവിന്ദന്റെ ആശങ്ക ശരിയാണ്. ബംഗാളിലും ത്രിപുരയിലും പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJPയിൽ പോയ അനുഭവം അദ്ദേഹത്തിനുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. പത്മജ വേണുഗോപാൽ CPMലേക്കാണ് പോയത് എങ്കിൽ പരിഗണന കിട്ടില്ല എന്ന അവരുടെ വാദം പേരിനെങ്കിലും അംഗീകരിക്കാമായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നേതാക്കൾ എന്തിനാണോ BJPയിൽ പോയത്, അതിന് തന്നെയാണ് പത്മജിയും പോയത്. പശ്ചിമ ബംഗാളിൽ പാർട്ടി ഓഫീസിനോട് കൂടിയാണ് CPM അംഗങ്ങൾ BJPയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ കോൺഗ്രസിനെ വിമർശിക്കാൻ നിൽക്കണ്ട. BJPയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തവരാണ് CPM നേതാക്കളെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സ്വന്തം സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കഴിയാത്ത ഗതികേടിലാണ് BJP ഉള്ളത്. അവർക്ക് ഏറ്റവും സാധ്യതയുണ്ട് എന്ന് പറയുന്ന തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. നാളെ പിണറായി വിജയൻ BJPയിൽ പോയാൽ സുരേന്ദ്രന്റെ കസേര പോലും ചിലപ്പോൾ നഷ്ടപ്പെടും. പിണറായി വിജയനെ ചിലപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനാക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.